PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ഞാൻ പ്രതിപക്ഷത്തിൽ ഇരുന്ന് നടത്തിയ പ്രസംഗം ഒരു മന്ത്രിയായിട്ട് എനിക്ക് ഭരണപക്ഷത്തിൽ നടത്താൻ പറ്റും? സാമാന്യ യുക്തിയുടെ പ്രശ്നമല്ലേ? അങ്ങനെ കുറെ പ്രസംഗങ്ങളും അങ്ങനെ കുറെ അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി ഞങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സർക്കാരിൽ 102 സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നത്. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ, ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. അത് 25%. അതിനപ്പുറം 75% ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും പൊരുതാനുമുള്ള നിയമനിർമ്മാണ സഭയിലേക്കുള്ള വോട്ടാണ്. അങ്ങനെ കുറെ പ്രസംഗങ്ങളും അങ്ങനെ കുറെ അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി ഞങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സർക്കാരിൽ 102 സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നത്. PMC വിവാദം നമ്മുടെ നാട്ടിലിങ്ങനെ കത്തിക്കാളി നിൽക്കുമ്പോൾ ആപ്പില് വാല് കുടുങ്ങിയ കുരങ്ങനെ പോലെ ഒരാളിങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ KM ഷാജി. മറ്റൊന്നുകൊണ്ടുമല്ല, പ്രതിപക്ഷത്തിരുന്ന കാലത്ത് കേരളത്തിൻ്റെ തെരുവീതികളിൽ അയാൾ വിളിച്ചു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അയാളുടെ നേരെ തന്നെ തിരിഞ്ഞുകുത്തുകയാണ്. അതിലൊരു പ്രയോഗമായിരുന്നു നെഹ്റുവിനെക്കുറിച്ച് പറയാത്ത, ഗാന്ധിയെക്കുറിച്ച് പറയാത്ത PMC പദ്ധതി, ചരിത്രത്തെ വളച്ചൊടുക്കുന്ന PMC പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയും. അതെന്തേ ഷാജി നിങ്ങളിപ്പോൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയാത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതൊക്കെ ഒരു പ്രയോഗമാണ്, അതൊന്നും നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് എടുക്കണ്ട. KM ഷാജി, അതൊരു പ്രയോഗമല്ല. വേങ്ങരയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ, അതായത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മുമ്പിലുള്ള വോട്ടർമാരോട്, അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും, ആ വോട്ടർമാരോട് നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നിങ്ങൾ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ എനിക്ക് വോട്ട് തന്നാൽ, അതായത് മുമ്പിലുള്ള വോട്ടർമാർ എനിക്ക് വോട്ട് തന്നാൽ, അങ്ങനെ ഞാൻ ജയിച്ചാൽ, നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ, എന്നിട്ട് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ, അടുത്ത വാചകം എന്താണ്? CPM-കാരാ RSS-കാരും നിങ്ങളും ഡീലുണ്ടാക്കിയ PMC ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ആ ജനം നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചു. അവര് നിങ്ങൾക്ക് വോട്ട് ചെയ്തു, നിങ്ങൾ ജയിച്ചു, നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നു. എന്തേ ഇപ്പൊ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാതിരിക്കുന്നത്? എന്തിനാണ് അതിന് മുട്ടുമുടന്തൻ ന്യായങ്ങൾ പറയുന്നത്? നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് LDF PMC-യിൽ ഒപ്പുവെച്ചു, കമ്മ്യൂണിസ്റ്റുകാര് കാവ്യവൽക്കരണം നടത്തുന്നു. കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ RSS-ന്റെ മുഖ്യ ശത്രു ഒന്ന് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വലിയ പാഠഭാഗങ്ങൾ വരുന്നു. അതുകൊണ്ട് ആ PMC വലിച്ചെറിയുന്ന നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ ജയിച്ചിട്ടാണ് നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. എന്തേ ഇടതുപക്ഷമാണ് അത് ഒപ്പിട്ടതെങ്കിൽ അതേ ഇടതുപക്ഷം തന്നെ കേന്ദ്രത്തിന് കത്ത് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. ആ കത്ത് കിട്ടിയതുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, നിങ്ങൾ പിന്മാറിയത് കൊണ്ട് ഇനി SSK ഫണ്ട് അടക്കം നിങ്ങൾക്ക് തരുന്ന പ്രശ്നമില്ല. കേന്ദ്രം അവരുടെ നയം വെളിപ്പെടുത്തി, കേരളത്തിന്റെ നയം വെളിപ്പെടുത്തി, ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ കേന്ദ്രം പറഞ്ഞു നിങ്ങൾക്കിനി പണം തരില്ല. ആ നയത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉറച്ചു നിന്നുകൂടാ? KM ഷാജിക്കും UDF-നും ആ നയത്തിൽ ഉറച്ചു നിന്നാ പോരെ നിങ്ങൾക്ക്? ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ, തൊട്ടടുത്ത കർണാടകയിലും തെലങ്കാനയിലും അടക്കം എത്ര സംസ്ഥാനങ്ങളിൽ ഒരു കണ്ടീഷനും ഇല്ലാതെ PMC ഒപ്പിട്ടു കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ നേതാവായ VD സതീശനല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി? അവിടെ നടപ്പാക്കിയ PMC എന്തായിരുന്നു? കാവ്യവൽക്കരണമല്ലായിരുന്നു. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങളില്ലേ? അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തന്നെ ആയിരുന്നില്ലേ ഈ PMC? എന്തേ അവിടെയൊക്കെ ഒരക്ഷരം, ഒരു വാക്ക് പോലും മറുവാക്ക് പറയാതെ കോൺഗ്രസ് എന്തുകൊണ്ട് ഒപ്പിട്ടു? പിന്നെ നിങ്ങൾ പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട്. നെഹ്റുവിനെയും ഗാന്ധിയെയും ഒക്കെ തള്ളിപ്പറയുന്ന ആ പാഠ്യപദ്ധതി PMC-യിൽ മാത്രമില്ല, ദേശീയ വിദ്യാഭ്യാസ നയം, ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം കരിക്കുലം, അതിൽ
ഗാന്ധി വധത്തെക്കുറിച്ച് പറയുന്നില്ല, അതിൽ മുഗളന്മാരെക്കുറിച്ച് പറയുന്നില്ല, അതിൽ നെഹ്റുവിനെ കുറിച്ച് പരാമർശങ്ങളില്ല എന്നാ മനസ്സിലാക്കിക്കോ. നരേന്ദ്രമോദി ഭരിക്കുന്നവരുടെ നയം, വിദ്യാഭ്യാസ നയം അതായിരുന്നെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന കേരള സംസ്ഥാനത്ത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ, അതായത് കേരളത്തിന്റെ കരിക്കുല പ്രകാരം ഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥൂറാം വിനായക് ഗോഡ്സെയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ഗാന്ധി വധം പറയുന്നുണ്ട്, നെഹ്റുവിനെ കുറിച്ച് പറയുന്നുണ്ട്, മുഗളന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനധികം 1921 മലബാറിൽ നടന്നിട്ടുള്ള കാർഷിക സമരം, മലബാർ കലാപം, ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ നടന്ന മലബാർ കലാപം എന്ന് പറഞ്ഞാൽ ഇന്ന് ലീഗിന്റെ സ്വാധീന മേഖലയിൽ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരം. ആ സമരത്തിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് തിരൂരിൽ നിന്ന് പോത്തന്നൂരിലേക്ക് ഗുഡ്സ് വാഗനിൽ അയച്ചു. ഒരു തുള്ളി ശ്വാസം കിട്ടാതെ നിരവധി മനുഷ്യർ പടഞ്ഞു വീണ് മരിച്ചു. അതാണ് വാഗൻ ട്രാജഡി. ആ വാഗൻ ട്രാജഡി കേരളത്തിൽ പഠിപ്പിച്ച സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഗാന്ധിയെ കുറിച്ച് പഠിപ്പിച്ച, നെഹ്റുവിനെ കുറിച്ച് പഠിപ്പിച്ച, മുഗളന്മാരെ കുറിച്ച് പഠിപ്പിച്ച, അതുപോലെ തന്നെ ഈ മലബാർ സമരത്തിന്റെ വാഗൻ ട്രാജഡിയെ കുറിച്ച് പഠിപ്പിച്ച ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് കാവ്യവൽക്കരിക്കാൻ പോവുകയാണ് എന്ന്, ഇല്ലേ? അത് പറഞ്ഞ് വോട്ട് നേടി ജയിച്ചവരാണ് KM ഷാജിന്റെ പാർട്ടി, മുസ്ലിം ലീഗിന്റെ പാർട്ടി, കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടി. അങ്ങനെ വോട്ട് വാങ്ങി ജയിച്ച നിങ്ങൾക്ക് ഈ നാടിനോടും നിങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ വാക്കിലെ മുസ്ലിം സമുദായത്തോടും ഒരു കടപ്പാടുണ്ട്. ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്കാവില്ല. വോട്ട് നേടി ജയിക്കാൻ എന്ത് വൃത്തികേടും പറഞ്ഞവർ ഉത്തരം പറയേണ്ടി വരും. ഉത്തരം മുട്ടിയിട്ട് കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല.